അഫ്ഗാനെ അതായത് അഫ്ഗാനെ അവശ്യഘട്ടത്തിൽ ഇന്ത്യ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനെ ഒരു അവശ്യഘട്ടത്തിൽ സഹായിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എന്താണ് അതുകൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? ചേട്ടാ, ഇന്ത്യ അഫ്ഗാൻ ബന്ധം തുടങ്ങുന്നത് അത് ഇപ്പോഴൊന്നുമല്ല, മുമ്പ് കാലത്തെ തന്നെ, പണ്ട് കാലത്ത് മുതൽ തന്നെ ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രം എന്ന പരിഗണനയിൽ തന്നെയാണ് ഇന്ത്യ അഫ്ഗാനെ കണ്ടിട്ടുള്ളത്. കുറച്ച കാലത്ത്, അതായത് ഈ താലിബാൻ എന്ന സമയത്ത് നമുക്ക് അവരെ ഒരു സംശയ നിഴലിലൂടെ കാണേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പോ തന്ത്രപരമായ ഒരു സമീപനം അഫ്ഗാനുമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് സംഗതി. 2021 മുതൽ ഇന്ത്യ അനൌദ്യോഗികമായിട്ട് അഫ്ഗാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. അതായത് അമേരിക്കൻ സേന അവിടെ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം അവിടെ താലിബാൻ ഭരണകൂടം വന്നപ്പോ ഇന്ത്യ തന്ത്രപരമായ ഒരു സമീപനം 2021 മുതൽ അഫ്ഗാനുമായി സ്വീകരിച്ചു. ഇപ്പോ അഫ്ഗാനുമായിട്ട് പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അതിന് കാരണം വന്നത് അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി മുത്തഖി ഏതാണ്ട് 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമാണ്, അനൌദ്യോഗികമല്ല, ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോ വലിയ വലിയ ധാരണകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ഇന്ത്യൻ സർക്കാരുമായിട്ടും ഉണ്ടാക്കി. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അഫ്ഗാനുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനിടയിൽ അഫ്ഗാനും പാകിസ്ഥാനുമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കഴിഞ്ഞ മാസമാണ് അത് തീവ്ര സ്വഭാവത്തിലെത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 19-ന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ധാരണ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടായി. പക്ഷെ ആ ധാരണ പിന്നീട് പലപ്പോഴായി ലംഘിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അവിടെ നടന്ന വ്യോമാക്രമണത്തിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 9 പേർ കുട്ടികളാണ്, ഒരു സ്ത്രീയുമുണ്ട്. ഈ 9 പേർ കുട്ടികളിൽ 2 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് വിവരം. ഇപ്പൊ ഈ ആക്രമണം നടന്നത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ, കുനാർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ, അതേപോലെ മറ്റൊരു പ്രവിശ്യയും കൂടി ആണ് അവിടെ ആക്രമിക്കപ്പെട്ടത്. അപ്പൊ ഈ സമയത്ത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നു. അപ്പൊ അതിർത്തിയിൽ ഈ ചരക്ക് കടത്ത് ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ്. പാകിസ്ഥാനിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ ഏറെക്കുറെ ഒട്ടുമിക്ക അവശ്യ വസ്തുക്കളും കൊണ്ടുവന്നിട്ടിരുന്നത്. ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും ശരി, മരുന്നുകളാണെങ്കിലും ശരി. അപ്പൊ ഇത് ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്, അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഒരു നിർണായക ഘട്ടത്തിൽ അഫ്ഗാനിൽ വലിയ ഭക്ഷ്യക്ഷാമവും മരുന്നുകളുടെ ക്ഷാമവും നേരിടുന്നു. കാര്യം അഫ്ഗാനിസ്ഥാനിൽ ഈ മരുന്ന് ഉൽപാദനശാലകൾ വളരെ വിരളമാണ്. അപ്പൊ അതിന് പൂർണ്ണമായിട്ടും ഈ പാകിസ്ഥാനിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ വല്ലാണ്ട് രീതിയിൽ അഫ്ഗാനിലേക്ക് പ്രവഹിച്ചിരുന്നു. അതിനെ ആശ്രയിക്കുക അല്ലാണ്ട് അവർക്ക് വേറെ നിർവാഹമില്ലായിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം അഫ്ഗാന്റെ വാണിജ്യകാര്യ വകുപ്പ് മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി, അദ്ദേഹവും ഇന്ത്യയിൽ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വന്നു. അദ്ദേഹവും ഇന്ത്യൻ അധികൃതരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഉറപ്പാണ് ഇന്ത്യ ഇപ്പോൾ പാലിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇവിടെ അയൽ രാജ്യങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുക്കുക എന്നുള്ള ഒരു സമീപനം എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിപ്പോ നമ്മളുമായിട്ട് നയതന്ത്രപരമായിട്ട് അത്ര സൗഹൃദത്തിലല്ലെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യ ആദ്യം ഓടിയെത്തും. ഇപ്പോ സമീപ കാലത്ത് ശ്രീലങ്കയിൽ വലിയ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ ആദ്യം സഹായവുമായി എത്തിയത് ഇന്ത്യ തന്നെയാണ്. അപ്പൊ അതേ സമീപനം തന്നെയാണ് അഫ്ഗാന്റെ കാര്യത്തിൽ എടുക്കുന്നത്. അവിടേക്ക് ഈ യുദ്ധം മൂലം കെടുതികൾ നേരിടുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 73 ടൺ ഭക്ഷ്യധാന്യങ്ങൾ, അവശ്യ വസ്തുക്കളുണ്ട്, അതില് വെള്ളമുണ്ട്, മരുന്നുകളുണ്ട്, അങ്ങനെ ട്രക്ക് ലോഡ് കണക്കിന് സാധനങ്ങളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഇന്ത്യൻ ജനതയുടെ സമ്മാനം, അഫ്ഗാൻ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യൻ ജനതയുടെ സമ്മാനം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ അതിന്റെ ദൗർലഭ്യം അനുഭവിക്കുന്നവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം അത് അഫ്ഗാൻ സർക്കാരാണ് അത് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു സംഗതിയും കൂടി ഉണ്ടായി. അവിടെ മരുന്ന് ക്ഷാമം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ അവശ്യ വസ്തുക്കളിൽ 73 ടൺ സാധനങ്ങൾ എത്തിച്ചതിൽ നല്ലൊരു വിഭാഗം അവശ്യ മരുന്നുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടു പിന്നാലെ അഫ്ഗാനുമായിട്ട് ഇന്ത്യയിലെ പ്രമുഖ മരുന്നുൽപാദക ശാലയായ സൈഡസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം, അവര് അഫ്ഗാനിലെ മറ്റൊരു പ്രമുഖ മരുന്നുൽപാദക ശാലയായ റോഫി ഇന്റർനാഷണൽ ഗ്രൂപ്പുമായിട്ട് ഒരു ദീർഘകാല കരാറിൽ ഏർപ്പെട്ടു. $100 മില്യൺ കരാറാണ്. അപ്പൊ ഇത് പ്രകാരം ആദ്യഘട്ടത്തിൽ ഈ സൈഡസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം അഫ്ഗാനിലേക്ക് വേണ്ട അവശ്യ മരുന്നുകൾ എത്തിച്ചു കൊടുക്കും. പിന്നാലെ ഈ മരുന്നുകൾ നിർമ്മിക്കാനായിട്ടുള്ള സാങ്കേതിക സഹായവും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഗതികളുമെല്ലാം
ഈ സൈഡസ് ഫാർമസ്യൂട്ടിക്കൽസ് അഫ്ഗാന് കൈമാറും. അങ്ങനെ സ്വന്തമായി അവരെ മരുന്ന് നിർമ്മിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു പരിപാടിയിലേക്കും ഇന്ത്യ കടക്കുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 24-നും 25-നുമാണ് പാകിസ്ഥാൻ അവിടെ വ്യോമാക്രമണം നടത്തിയത്. അപ്പൊ ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളതാണ് വിവരം. അപ്പൊ ഈ കോസ്റ്റ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് 10 പേർ കൊല്ലപ്പെട്ടത്. അതിൽ 9 കുട്ടികളുണ്ട്. പുനാർ പക്തിക മേഖലയിൽ നടന്ന ആക്രമണങ്ങളിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോ പാകിസ്ഥാൻ ഈ വ്യോമാക്രമണം കടുപ്പിക്കാനായിട്ടുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇസ്ലാമാബാദിലും അതേപോലെ പെഷവാറിലും ചാവേർ ബോംബാക്രമണം നടന്നു. അപ്പൊ ഇസ്ലാമാബാദിൽ നടന്ന ബോംബാക്രമണം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ്. കാര്യം അവരുടെ തലസ്ഥാനമാണ്. അപ്പൊ അവിടെ നടന്ന ഈ ചാവേർ ബോംബാക്രമണങ്ങളുടെ പിന്നിൽ അഫ്ഗാൻ ഭീകരവാദ സംഘടനയായ തെഹ്രീക്കെ താലിബാൻ ആണ് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ വാദം. അതിൽ ഈ പെഷവാറിൽ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഇസ്ലാമാബാദിൽ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഈ തെഹ്രീക്കെ താലിബാൻ തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. അതിന് പാകിസ്ഥാൻ നൽകുന്ന ന്യായീകരണം ഈ തെഹ്രീക്കെ താലിബാൻ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ ഒരു സ്ത്രീയും 9 കുട്ടികളുമാണെന്നുള്ളതാണ് വിവരം. മുമ്പ് ഈ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയില് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിലും ഇതേപോലെ താലിബാൻ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് നടത്തിയതെങ്കിലും അതും വന്നു പതിച്ചത് ജനവാസ മേഖലയിലാണ്. ഏതാണ്ട് 12ഓളം പേർ ആ സമയത്ത് അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇത് പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വന്തം ജനതയെ ബോംബിട്ട് കൊല്ലുന്നവർ എന്നാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അയയാൻ ഒരു സാധ്യതയും കാണുന്നില്ല. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒത്തുതീർപ്പ് ധാരണകൾക്ക് വിരുദ്ധമായി പാകിസ്ഥാൻ നിരന്തരം വ്യോമാക്രമണം നടത്തുന്നു. ഇതിന് തിരിച്ചടി നൽകും എന്നുള്ള ഒരു നിലപാടാണ് അഫ്ഗാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനുമായിട്ട് നമുക്ക് ദീർഘകാല ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അഫ്ഗാനെ പരിഗണിക്കുന്നു. കൂടാതെ അഫ്ഗാനിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നിക്ഷേപ സാധ്യതയുണ്ട്. അത് ഇന്ത്യയിലെ വ്യവസായികൾക്ക് ഒരു നിക്ഷേപങ്ങൾ നടത്താൻ, ഇന്ത്യൻ വ്യവസായങ്ങൾ അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഭൂമികയാണ് അഫ്ഗാൻ എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലോട്ടുള്ള ചരക്ക് ഗതാഗതത്തിന് ഒരു ഇടനാഴിയായിട്ട് അഫ്ഗാൻ പ്രവർത്തിക്കാനും സാധിക്കും. ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ അഫ്ഗാനെ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമായിട്ട് തന്നെ നിലനിർത്തുന്നത്. പക്ഷെ ആ സൗഹൃദ രാഷ്ട്രം നിലനിർത്താൻ വേണ്ടി അവരെ നമ്മൾ ചൂഷണം ചെയ്യുകയല്ല, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ കഷ്ടപ്പാടുകളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ അജണ്ടകളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്.